വളാഞ്ചേരിയിൽ അന്തർജില്ലാ വാഹന മോഷ്ടാക്കൾ പിടിയിലായി. മലപ്പുറം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലായി നിരവധി ബൈക്കുകൾ, വാഹനങ്ങളുടെ ബാറ്ററികൾ എന്നിവ മോഷണം ചെയ്ത് വിൽപ്പന നടത്തി നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ 3 യുവാക്കളാണ് ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിൽ പിടിയിലായത്. പെരിന്തൽമണ്ണ അരിപ്രയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ചോലയ്ക്കൽ സുരേഷ് ബാബുവിന്റെ മകൻ വിഷ്ണു, കുറ്റിപ്പുറം കുന്നത്ത് വളപ്പിൽ ശിവദാസൻ മകൻ നിതിൻ ദാസ്, താവനൂർ കാക്കശ്ശേരിക്കുന്ന് കുറുപ്പം വീട്ടിൽ ദാസൻ മകൻ റിജിൻ ദാസ് എന്നിവരാണ് പിടിയിലായത്. വളാഞ്ചേരി, കൊട്ടാരത്തും കുളമംഗലത്തുമായി തുടർച്ചയായി ബൈക്കുകളും വാഹനങ്ങളുടെ ബാറ്ററികളും മോഷണം പോയതോടെ തിരൂർ ഡിവൈഎസ്പി AM സിദ്ദിഖിന്റെ നിർദ്ദേശപ്രകാരം വളാഞ്ചേരി ഇൻസ്പെക്ടർ ആനന്ദബാബുവിന്റെ നേതൃത്വത്തിൽ തിരൂർ ഡാൻസ് ഓഫ് ടീമും വളാഞ്ചേരി പോലീസും 50ഓളം CCTVകൾ പരിശോധിച്ചും മുൻപ് ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ട 100ഓളം മുൻ കുറ്റവാളികളെ നിരീക്ഷിച്ചും നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞ് പിടികൂടാൻ സാധിച്ചത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ കഴിഞ്ഞ മാസം കുറ്റിപ്പുറം, തവനൂർ, അയങ്കലം, തൃശൂർ, പേരാമംഗലം, കോട്ടയം ജില്ലയിലെ കൂത്താട്ടുകുളം എന്നിവിടങ്ങളിൽ നിന്ന് നിരവധി ബൈക്കുകളും വാഹനങ്ങളുടെ ബാറ്ററികളും മോഷ്ടിച്ചതായി മനസ്സിലാക്കിയിട്ടുണ്ട്. മോഷ്ടിച്ച വാഹനങ്ങളും ബാറ്ററികളും വിൽപ്പന നടത്തുന്നത് തിരൂർ, പൊന്നാനി, പട്ടാമ്പി എന്നിവിടങ്ങളിലാണെന്ന് ഇവർ സമ്മതിച്ചിട്ടുണ്ട്. മോഷണം പോയ ബൈക്കുകൾ ഇവിടങ്ങളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. പിടിയിലായ റിജിൻ ദാസിന് മുൻപ് തൃശൂർ ജില്ലയിലും തിരൂരിലും ബൈക്ക് മോഷണ കേസുകൾ ഉണ്ടായിരുന്നു. മോഷണം ചെയ്ത് കിട്ടുന്ന പണം ലഹരി ഉപയോഗത്തിനും ആഡംബര ജീവിതത്തിനുമാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് വളാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ ആനന്ദബാബു പറഞ്ഞു. തിരൂർ ഡിവൈഎസ്പി AM സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ വളാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ ആനന്ദബാബു, തിരൂർ ഡാൻസ് ഓഫ് ടീമിലെ ASIമാരായ രാജേഷ്, ജയപ്രകാശ്, SCPO ഉദയകുമാർ, CPO ശ്രീജേഷ്, വളാഞ്ചേരി സ്റ്റേഷനിലെ SCPO നിതിൻ, ഷിജിൻ, CPO തോമസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക് D4 ന്യൂസ്.